കൃതി രചയിതാവ്. കേരളത്തിലെ വിഷപ്പാമ്പുകൾ എന്ന കൃതി രചിച്ചത് ഡോക്ടർ KG അടിയോടി. ഡോക്ടർ KG അടിയോടി രചിച്ച കൃതിയാണ് കേരളത്തിലെ വിഷപ്പാമ്പുകൾ. പ്രദ്യുമ്നാഭ്യുദയം എന്ന കൃതി രചിച്ചത് രവിവർമ്മ സംഗ്രാമധീരൻ. ഇദ്ദേഹം വേണാട്ട് രാജാവാണ്. ഇത് സംസ്കൃത കൃതിയാണ്. രവിവർമ്മ സംഗ്രാമധീരൻ രചിച്ച കൃതിയാണ് പ്രദ്യുമ്നാഭ്യുദയം. ഇദ്ദേഹം വേണാട്ട് രാജാവാണ്. ഇത് സംസ്കൃത കൃതിയാണ്. കാലഭൈരവൻ എന്ന കൃതി രചിച്ചത് ടി പത്മനാഭൻ രചിച്ച കൃതിയാണ് കാലഭൈരവൻ. ബാലചന്ദ്രൻ എന്ന കൃതി രചിച്ചത് കാരൂർ നീലകണ്ഠപിള്ളയാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനയാണ്. കാരൂർ നീലകണ്ഠപിള്ളയുടെ രചനയാണ് ബാലചന്ദ്രൻ. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനയാണ്. ഭാഷാദർപ്പണം എന്ന കൃതിയുടെ രചയിതാവ് ആറ്റൂർ കൃഷ്ണപിഷാരടി. ആറ്റൂർ കൃഷ്ണപിഷാരടി രചിച്ചതാണ് ഭാഷാദർപ്പണം. ശീതസമരം എന്ന കൃതി രചിച്ചത് വാൾട്ടർ ലിപ്മാൻ. വാൾട്ടർ ലിപ്മാൻ്റെ കൃതിയാണ് ശീതസമരം. ഫിലോസഫിക്കൽ ലെറ്റേഴ്സ് ഇത് പുറത്തിറങ്ങിയത് 1733. ഇത് രചിച്ചത് വോൾട്ടയർ. വോൾട്ടയർ രചിച്ച പുസ്തകമാണ് ഫിലോസഫിക്കൽ ലെറ്റേഴ്സ്. ഇത് പുറത്തിറങ്ങിയത് 1733. മധുരം നിൻ്റെ ജീവിതം. ഈ പുസ്തകം യേശുവിൻ്റെ അമ്മ മറിയത്തെക്കുറിച്ചാണ്. ഇത് രചിച്ചത് KP അപ്പനാണ്. KP അപ്പൻ രചിച്ച കൃതിയാണ് മധുരം നിൻ്റെ ജീവിതം. ഇത് യേശുവിൻ്റെ അമ്മ മറിയത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. കുറുപ്പില്ല കളരി എന്ന കൃതി രചിച്ചത് CV രാമൻപിള്ള. CV രാമൻപിള്ളയുടെ കൃതിയാണ് കുറുപ്പില്ല കളരി. ചിന്താമാധുരി ഇത് കവിതാ സമാഹാരമാണ്. രചയിതാവ് ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ കവിതാ സമാഹാരമാണ് ചിന്താമാധുരി.